എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീടാണ്. ഇന്ന് ചെറിയൊരു വ്ളോഗെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നമ്മൾ അടുത്ത വീട്ടിലേക്ക് മാറുന്നുണ്ട്. അവിടെ കുറച്ച് ജോലിയുണ്ട്, അവിടെ ഒന്ന് വൃത്തിയാക്കണം. അങ്ങനെ അവിടെ വൃത്തിയാക്കാനായിട്ട് പോകുന്ന ഒരു ചെറിയൊരു വ്ളോഗാണ് നമ്മൾ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഓട്ടോയൊക്കെ വന്നു, ഞങ്ങൾ ഓട്ടോയിലൊക്കെ കയറി പോവുകയാണ്. അപ്പോൾ ഉള്ള ചെറിയ ചെറിയ കാഴ്ചകൾ വഴിയൊക്കെയാണ് ഞാനിപ്പോൾ എടുത്ത് കാണിക്കുന്നത്. കണ്ടോ, നമ്മൾ കുറച്ച് ഉച്ചയായില്ല, ഉച്ചയോട് കൂടിയാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ചോറെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്, ചോറും വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ പോവുകയാണ്. നമ്മളിപ്പോൾ കുറച്ച് ദൂരമുണ്ട്, തുമ്പോട് പോകണം. തുമ്പോട് പോയിട്ട് അവിടെ നിന്ന് കുറച്ചും കൂടെ പോകണം. അപ്പോഴാണ് നമ്മളിപ്പോൾ നോക്കി വെച്ചേക്കുന്ന വീട്. അങ്ങനെ ഞങ്ങളെല്ലാവരും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട്. അപ്പോൾ ഞങ്ങൾ തുമ്പോടെത്തി കേട്ടോ. തുമ്പോട് നിന്ന് ഇനി കുറച്ചും കൂടെ പോകണം, അപ്പോൾ സ്ഥലം എത്തും. ഇത് കണ്ടോ, ഇതിലേക്കൂടെ ഇറങ്ങിപ്പോകണം. ഈ ചെറിയ റോഡ് വഴി ഇറങ്ങി പോകുമ്പോഴത്തേക്കാണ്, അതാണ് നമ്മൾ ഇപ്പോഴുള്ള വീടിൻ്റെ ചെറിയൊരു റോഡ്. അങ്ങനെ ഞങ്ങൾ വീടൊക്കെ എത്താറായിട്ടുണ്ട്. അങ്ങനെ ഇതാണ് ചെറിയ സ്റ്റെപ്പുകൾ, നമ്മൾ കയറിപ്പോകുന്ന ചെറിയ സ്റ്റെപ്പുകളാണ്. അപ്പോൾ വീടെത്തി കേട്ടോ. ഇനി ഇവിടെ കുറച്ച് ജോലികളൊക്കെ ഉണ്ട്, ജോലികളൊക്കെ ഒന്ന് ചെയ്യണം. ഇത് കണ്ടോ, ഇവിടെയൊക്കെ ഒന്ന് ചെത്തി, കുട്ടേട്ടനൊക്കെ നമ്മട്ടിയൊക്കെ ചേച്ചിയുടെ അടുത്തു നിന്ന്, വീട്ടിൻ്റെ ഹൗസ് ഓണറുടെ അടുത്തു നിന്ന് മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവർ ചെത്തി പറിക്കുമ്പോൾ ഞാനിവിടെ അകത്തൊന്ന് കഴുകി ഇറക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ബ്രഷൊക്കെ ഇട്ട്, തൂക്കുന്ന ബ്രഷാണ് കേട്ടോ, അത് ഞാൻ കഴുകാനായിട്ട് ഉപയോഗിക്കും. തൂക്കാനായിട്ട് വേറെ ചൂലുണ്ട്. അങ്ങനെ നല്ലതുപോലെ കഴുകി, ലോഷൻ എടുത്തുകൊണ്ട് വന്നായിരുന്നു. നല്ലതുപോലെ റൂമെല്ലാം കഴുകി ഇറക്കാനായിട്ട് ഞാൻ നിൽക്കുകയാണ്. ഏകദേശം കഴുകി, ഒരു വെള്ളം നല്ലതുപോലെ കഴുകി രണ്ടാമതും കഴുകും, എന്നിട്ട് തുടച്ചെടുക്കുകയാണ്. അങ്ങനെ ഞാൻ കുറച്ച് നേരം കഴുകിയൊക്കെ കഴിഞ്ഞിട്ട് കുട്ടേട്ടൻ വന്നായിരുന്നു എന്നെ സഹായിക്കാനായിട്ട്. വെയിലായതുകൊണ്ടേ, വെയിൽ കുറച്ച് കുറഞ്ഞിട്ട് വെളിയിലോട്ട് ഇറങ്ങി ഉള്ള പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ച് അകത്തോട്ട് വന്ന്. വെയിലാണ്, അങ്ങനെ കുട്ടേട്ടനും എന്നെ സഹായിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അകമൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം വെളിയിലോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച്. കണ്ടോ, അങ്ങനെ നല്ലതുപോലെ എല്ലാ സ്ഥലവും ഒന്ന് വൃത്തിയാക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ അടുക്കള ഭാഗം. അടുക്കള ഭാഗത്തെ ടൈല് മൊത്തം ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകി, നമ്മുടെ അടുപ്പിൻ്റെ ഭാഗവും അതേപോലെ നമ്മുടെ വിറക് വയ്ക്കുന്ന ഭാഗവും ഒക്കെ നല്ലതുപോലെ ഒന്ന് തറയൊക്കെ കഴുകി ഇറക്കണം. ഒക്കെ കഴുകി ഇറക്കി കഴിഞ്ഞിട്ട് നമ്മളെ വീട് കഴുകി തുടച്ച് നല്ല ക്ലീൻ ആക്കിയതിന് ശേഷം കാണിക്കുകയാണ്. ഇതാണ് നമ്മൾ വൃത്തിയാക്കിയതിന് ശേഷം കാണിക്കുന്നതാണ് കേട്ടോ. സിറ്റ് ഔട്ട് നല്ലതുപോലെ ഉണങ്ങിയൊക്കെ ചെയ്തിട്ടുണ്ട്. റൂമുകളാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇത് ഹാള്, ഇത് റൂമാണ്. ഉണ്ടോ, ഇനി നേരെ പോകുന്നത് അടുത്ത ബെഡ്റൂമിലേക്കും പിന്നെ ചെറിയൊരു ഇടനാഴി പോലെ ഒരു സംഭവമാണ്, ഇടനാഴിയാണിത്. അത് കഴിഞ്ഞിട്ട് ഇതൊരു ബെഡ്റൂമാണ്. ഇവിടെ നല്ലതുപോലെ കഴുകി ഒക്കെ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ തന്നെ വന്ന് മാറാലേക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം തൂത്തിട്ടാണ് നമ്മൾ വീണ്ടും കഴുകി ഇറക്കുന്നത്. ഇത് അടുക്കള ഭാഗം, അടുക്കളയുടെ ഭാഗമെല്ലാം കഴുകി ഇറക്കിയിട്ടുണ്ട്. കഴുകി ഇറക്കി നല്ലതുപോലെ തുടച്ചെടുത്തിട്ടുണ്ട്. നല്ല ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങും. ഫാനോ അതൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഉണങ്ങും. ഈ സമയത്ത് തന്നെ നമ്മൾ ഉണങ്ങുന്ന ആ സമയത്ത് തന്നെ ഞങ്ങൾ ആഹാരമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ വീണ്ടും ജോലിയിലേക്ക് കയറിയത്. കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് വീണ്ടും നമ്മൾ ജോലിയിലേക്ക് കയറി. അപ്പോൾ വെയിലൊക്കെ ഒന്ന് താന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങി. കുട്ടേട്ടനൊക്കെ ചെത്തി പറിക്കുന്ന സമയത്ത് ഞാനവിടെയൊക്കെ തൂത്ത് കൂട്ടി. അവരും ചവറെല്ലാം കൊണ്ടുവന്നിട്ട് കുറേശ്ശെ കത്തിക്കുകയായിരുന്നു. ഞങ്ങൾ കുറച്ച് കരിയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ നല്ലതുപോലെ ഒന്ന് കത്തിച്ച് കളയുന്നു.
കുറേശ്ശെ ഇട്ട് കത്തിക്കാൻ നേരം വലുതായിട്ട് തീ ആളി പടരത്തില്ലല്ലോ. അങ്ങനെ കുറേശ്ശെ ചവറ് കുറേശ്ശെ ഇത് കൂടുതലുണ്ടായിരുന്നു, കുറേശ്ശെ ഇട്ട് കത്തിക്കുകയാണ്. ഇത് ഫ്രണ്ട് ഭാഗമാണ്. ഫ്രണ്ട് ഭാഗം നമ്മൾ വന്നപ്പോൾ കണ്ടായിരുന്നല്ലോ. ഇതിപ്പം ഏകദേശം ഒന്നും ആയിട്ടില്ല. ഫ്രണ്ട് ഭാഗം ഇപ്പം നീറ്റായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ ഏകദേശമുള്ള ജോലികളെല്ലാം ഒന്ന് തീർന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.